ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഈസി കേക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫിപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ വേണേ. പാൽ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തത് സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇനി ഒരു 1/4 കപ്പ് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോഫി പൗഡറും പാലും, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പാലിൻ്റെ ചൂടൊന്നും ഇല്ലാതെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചെറിയൊരു ചൂടത്തിലല്ലേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം കൊണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരിക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഒരു ബോൾ എടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ച് കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട, എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദാമാവ് കേട്ടോ. മൈദാമാവ് 250 ഗ്രാമിൻ്റെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പിൻ്റെ 1 കപ്പ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ട, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. കണ്ട, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അരപ്പെല്ലാം അരച്ചിട്ടെടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പതുക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം എല്ലാം മിക്സ് ആയ ശേഷം ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കണേ. നമ്മളെ കേക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. കണ്ട, ഇങ്ങനെ പൊന്നിച്ച് നോക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ
ഇതായിട്ട് കിട്ടണതില്ലേ, അങ്ങനെ വേണം കേട്ടോ മാവ്. ഇനി കേക്കിൻ്റെ മുകളിലെടുക്കുക. 7 ഇഞ്ച് തട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ട നമ്മൾ മാവ് നമ്മൾ മിക്സ് ചെയ്ത ബാറ്റർ ഇങ്ങനെ വേണം കേട്ടോ. ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മളിവിടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ ബിരിയാണി പോട്ട് ഉണ്ടാവില്ലേ, അതിലേക്കാണ് വെച്ച് കൊടുക്കണേ. ഇത് കുക്കറിലോ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഡയറക്റ്റ് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പാൻ വെച്ചിട്ട് കുക്കർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ബിരിയാണി പോട്ടിലോട്ടോ ഉണ്ടാക്കിയെടുക്കണേ. ഇങ്ങനെ വയ്ക്കുക, മൂടി വയ്ക്കുക. അത് ചെറിയൊരു ഹോളുണ്ടാവില്ലേ, അതിലേക്ക് നമുക്ക് എയറൊന്നും പുറത്തേക്ക് പോകാതെ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയല്ലോ 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുത്താൽ നമ്മൾ കേക്ക് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഇത്രയല്ല കേട്ടോ, സിമ്പിൾ കേക്കാണ്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. കണ്ട, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടേ. ചെറിയൊരു ചൂടുണ്ട്. കണ്ട, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ, ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ മോൻ വെയിറ്റ് ചെയ്യണേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനക്ക് ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, നമ്മളെ കേക്ക് അടിപൊളി കേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിലുള്ള ചെറിയ ചേരുവകൾ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളി കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത്രയല്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.